ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുപോലെ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ് 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 60 മാർക്കിനാണ്. 2 മണിക്കൂറാണ് നമുക്ക് സമയം. നമുക്കിതിൽ അറ്റ്ലീസ്റ്റ് 8 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. അറ്റ്ലീസ്റ്റ് 8 ക്വസ്റ്റ്യൻ, 12 ക്വസ്റ്റ്യനും എഴുതാം. ഇതിൽ മൊത്തത്തിൽ 12 ക്വസ്റ്റ്യനാണുള്ളത്. ഓക്കെ, 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റത്തെ പാർട്ടിൽ സീലിംഗ്, ഓവറോൾ സീലിംഗ് എന്ന് പറയുന്നത് 24 ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. ആ ഇൻസ്ട്രക്ഷൻസൊക്കെ നോക്കിയിട്ട് എഴുതാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ. ഇതെനിക്ക് തോന്നുന്നു ആ ഒരു കൊറോണേൻ്റെ ടൈമിലായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റത്തത് ഡിഫൈൻഡ് ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്, അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് റെസസീവ് എപ്പിസ്റ്റാസിസ് എന്താണ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണ്, പ്ലാന്റ് ബ്രീഡിംഗ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാം. ഓക്കെ, പിന്നെ എന്താണ് ക്ലോണൽ സെലക്ഷൻ, അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ മ്യൂട്ടാജൻ എന്താണ്, അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മ്യൂട്ടാജന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് പ്യുവർ ലൈൻ സെലക്ഷൻസ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഹാർഡി വെയിൻബർഗ് ലോ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ ഹെട്രോസിസിൻ്റെ ജനറ്റിക് ബേസിസ് എന്തൊക്കെയാണ്. ലീതൽ ജീൻസിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണ്, അതുപോലെ തന്നെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്താണ്, അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് നൽകാം. ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 5 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ്. ഓവറോൾ സീലിംഗ് വരുന്നത് 25ആണ്. ഇതിലെല്ലാ ക്വസ്റ്റ്യനും എഴുതിയാലും മാക്സിമം നമുക്ക് 25 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, സീലിംഗ് ഉണ്ടാകുമ്പം മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലത് അത്രത്തോളം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാതും എഴുതാം. അപ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ അല്ലീലിക് ഇൻഹെറിറ്റൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. പിന്നെ 3 പോയിൻ്റ് ടെസ്റ്റ് ക്രോസ് എന്താണ്, അതിൻ്റെ മെത്തേഡ് ഓഫ് ജീൻ മാപ്പിംഗ്. മെത്തേഡ് ഓഫ് ജീൻ മാപ്പിങ്ങിൽ 3 പോയിൻ്റ് ക്രോസ് മെത്തേഡ്, ടെസ്റ്റ് ക്രോസ് മെത്തേഡ് എങ്ങനെയാണ്. പിന്നെ വരുന്നത് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്, ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, ഇലാബറേറ്റ് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, ജനറ്റിക്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് കോട്ട് കളർ ഇൻ മൈസ്, പിന്നെ പ്രൊസീജിയേഴ്സ് ഓഫ് മ്യൂട്ടേഷണൽ ബ്രീഡിങ്, പോളിപ്ലോയിഡി ബ്രീഡിംഗ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി സി പാർട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ക്വസ്റ്റ്യൻ എത്രയാണ്, 11 മാർക്കാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, കൊറോണ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ഇല്ലസ്ട്രേറ്റ് മൾട്ടിപ്പിൾ അലേൽസ് വിത്ത് ABO ഗ്രൂപ്പ് ആസ് എക്സാമ്പിൾസ്. എ വുമൺ homozygous for blood type B marries a man who is heterozygous for type A. State the possible phenotypic ratio of the offspring. അതാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ സംഭവം എളുപ്പമാണ് കേട്ടോ. പിന്നെ വരുന്നത് suitable examples to elaborate various type of plant hybridization procedures. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം എനിക്ക് ഇതാണ് തോന്നിയത്. നിങ്ങൾക്ക് ഏതാ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇത്രയാണ് നമുക്ക് 2022 വന്നിട്ടുള്ള ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.